ടണൽ റൂമിലുള്ള അഭിഷേക്, ഋഷി, നൂറ എന്നിവരിരുന്ന് സംസാരിക്കുന്നുണ്ട്. 2 ടാസ്കുകൾ വിജയിച്ചതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ 6 പോയിന്റുകളാണുള്ളത്. ഇനി അവരെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ടണൽ റൂമിൽ നിന്നാണ് ക്യാപ്റ്റൻ ഉണ്ടാകുക എന്നുള്ള കാര്യം ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവർ അതിനെക്കുറിച്ചാണ് ഇരുന്ന് സംസാരിക്കുന്നത്. ടണൽ റൂമിൽ നിന്നായിരിക്കും എന്തായാലും ക്യാപ്റ്റൻ എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ നൂറ ക്യാപ്റ്റൻ ആവണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹമെന്ന് അഭിഷേകും ഋഷിയും പറയുന്നുണ്ട്. അപ്പൊ നോറ ഒന്നും പറയുന്നില്ല, കേട്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം പറയുന്നുണ്ട്, നോറ ക്യാപ്റ്റൻ ആവുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചില കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് നടത്തി തരാം എന്നുള്ള ഉറപ്പ് നോറ ഞങ്ങൾക്ക് തരണം. എന്നിട്ട് വേണം നോറ ക്യാപ്റ്റൻ ആവാനായിട്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നോറ അത് കേൾക്കാനായിട്ട് തയ്യാറാവുന്നില്ല. എന്തായാലും ഗെയിമൊക്കെ കഴിയട്ടെ, അതിനുശേഷം നമുക്ക് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എടുത്ത വഴിക്ക് അഭിഷേക് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ വീട്ടിൽ ഞങ്ങൾക്ക് 2 പേർക്കും ഒഴിച്ച് വേറെ ആർക്കും തന്നെ നോറ ക്യാപ്റ്റൻ ആവുന്നത് ഇഷ്ടമല്ല. പലരും വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോറ ക്യാപ്റ്റൻ ആവരുത്, നോറേനെ ക്യാപ്റ്റൻ ആക്കരുത്, അഭിഷേകോ ഋഷിയോ ഞങ്ങൾ 2 പേരിൽ ആരെങ്കിലും ഒരാൾ മാത്രം ക്യാപ്റ്റൻ ആയാൽ മതി, നോറ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഞങ്ങൾക്ക് ആഗ്രഹം നോറ ക്യാപ്റ്റൻ ആവണമെന്നാണ്. പക്ഷെ ഞങ്ങളുടെ കണ്ടീഷൻസ് നോറ അനുസരിക്കണം, അത് ഞങ്ങൾക്ക് ചെയ്തു തരുകയും വേണം എന്നുള്ളതാണ് നോറയുടെ അടുത്ത് പറഞ്ഞത്. പക്ഷെ നോറ അത് കേൾക്കാൻ കൂടി തയ്യാറായില്ല. എന്തായാലും ഇപ്പം എനിക്കത് കേട്ടിട്ട് തലയിലേക്ക് എടുക്കാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ തലയിലേക്ക് എടുത്താൽ മതി. എന്തായാലും ഗെയിം കഴിഞ്ഞതിന് ശേഷം ക്യാപ്റ്റൻ ആരാവണമെന്ന് നമ്മൾ തീരുമാനിച്ചതിന് ശേഷം എൻ്റെ അടുത്ത് അത് പറഞ്ഞാൽ മതി. ഇപ്പം അത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്രയും ഭാരം തലയിൽ കൊണ്ടു നടക്കാനായിട്ട് കഴിയില്ല. എനിക്കിപ്പോൾ കേൾക്കണ്ട, പിന്നീട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നോറ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നുണ്ടായിരുന്നു. എന്തായാലും നോറയെ ക്യാപ്റ്റൻ ആക്കി കഴിഞ്ഞാൽ നോറയ്ക്ക് സ്വന്തമായിട്ടുള്ള ചില തീരുമാനങ്ങൾ ഉണ്ടായിരിക്കാം, ആരെ എങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ. അതിലേക്ക് മറ്റുള്ളവർ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നോറയ്ക്ക് അത് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതൊരു ടീം വർക്ക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് നോറ അനുസരിക്കേണ്ടിയും വരും. എന്തായിരിക്കും നോറയുടെ തീരുമാനം എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അഭിഷേകിനും ഋഷിക്കും ഒരുപാട് പ്ലാനിങ്ങുകളുണ്ട്. അവിടെ ആരൊക്കെ ആയിരിക്കണം അവിടെ പവർ റൂമിലേക്ക് വരേണ്ടത് എന്നുള്ളത്. അത് തന്നെയാണ് അവരുടെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അവർ പറയുന്ന ആൾക്കാരെ പവർ റൂമിലേക്ക് ക്യാപ്റ്റൻ എന്ന നിലയിൽ നോറ കയറ്റണം എന്നുള്ളത് തന്നെയാണ് അവരുടെ കണ്ടീഷൻ എന്ന് പറയുന്നത്. പക്ഷെ ആ കണ്ടീഷൻ നോറ അനുസരിക്കുമോ, ചെയ്തു കൊടുക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്.